എടോ, തന്നെ ഞാൻ എൻ്റെ ജീവൻ്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്നുണ്ട്. എങ്ങനെയാ തനിക്ക് ഞാനത് പ്രൂവ് ചെയ്ത് തരേണ്ടതെന്ന് മാത്രം എനിക്കറിയില്ല. ദേവാ, എൻ്റെ വയറ്റിലുള്ള കുഞ്ഞല്ലാതെ ദേവന് മറ്റൊരു കുഞ്ഞ് എവിടെയെങ്കിലും ഉണ്ടാവോ? വിക്കി വിക്കിക്കൊണ്ട് ഗൗരി അത് മുഴുമിപ്പിച്ചു. ദേവൻ അവളെ തന്നെ ഒന്ന് നോക്കി. എന്ത് ചോദിച്ചു എന്നുള്ളൂ. അവൾ കണ്ണുകൾ താഴ്ത്തി പറഞ്ഞു, ഗൗരി, നീയാണേ നമ്മുടെ കുഞ്ഞാണേ സത്യം. സ്വബോധത്തിൽ എനിക്ക് അങ്ങനെയൊരു തെറ്റ് സംഭവിച്ചിട്ടില്ല. അത് കേട്ടപ്പോൾ അവൾക്ക് ആശ്വാസമായി. അപ്പോൾ വൃന്ദ, അവളുടെ ഉദ്ദേശം മറ്റെന്തോ ആണെന്ന് അവൾക്ക് മനസ്സിലായി. പതിയെ ദേവൻ ഗൗരിയുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. ദേ നോക്ക്, നീയാണേ നമ്മുടെ കുഞ്ഞാണേ സത്യം. അറിഞ്ഞുകൊണ്ട് ദേവൻ അങ്ങനെയൊരു തെറ്റ് പറ്റിയിട്ടില്ല. പതിയെ അവളുടെ മടിയിൽ തല ചായച്ചുകൊണ്ട് വയറ്റിൽ മൃദുവായി അവൻ ചുംബിച്ചു. അതെ എൻ്റെ ഭാര്യയെ, ഈ കുർത്തി എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്. എന്ത് പറ്റി? ഈ കുർത്തി കാരണം എനിക്കെൻ്റെ കുഞ്ഞിനെ ഡയറക്റ്റ് ഉമ്മ വയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ കുർത്തി നമുക്കിടയിൽ വേണ്ട. അയ്യടാ, അല്ലാത്തപ്പോൾ ഇട്ടോടി. അത് വേണ്ട. ഷോ, എൻ്റെ ഭാര്യയുടെ ഒരു നാണം. ദേവാ, അവൾ അവൻ്റെ മുഖത്ത് നോക്കി നാണം കൊണ്ട് വിളിച്ചു. എനിക്കും ഈ വയറൊന്ന് കാണണ്ടേ? അതിന് ഈ കുർത്തി വല്ലാത്ത വെല്ലുവിളിയാണ്. അതുകൊണ്ടാ നമുക്കിപ്പോൾ അതങ്ങ് ഒഴിവാക്കാം. അയ്യടാ, പോയേ. അവൾ എഴുന്നേറ്റ് മാറാൻ ഒരുങ്ങിയതും അവളുടെ വലം കൈയിൽ അവൻ പിടുത്തമിട്ടു. ഒരു വട്ടം. അവൻ്റെ ചോദ്യവും അവൾക്ക് നേരെയുള്ള നടത്തവും അവളെ വല്ലാതെയാക്കി. ശരീരം മുഴുവൻ ആരോ മയിൽപീലി കൊണ്ട് ഇക്കിളിപ്പെടുത്തും പോലെ. ദേവൻ അവളുടെ വലം കൈ അവൻ്റെ നെഞ്ചോട് ചേർത്തുകൊണ്ട് അവളുടെ കുർത്തിയെ മേലോട്ടുയർത്തി. ദേവാ, ഷ്. അവളുടെ ചുണ്ടുകളിൽ അവൻ്റെ വിരൽ അമർന്നു. അവൻ്റെ കണ്ണുകളോട് കണ്ണുകൾ ഉടക്കിക്കൊണ്ട് അവൾ നിന്നു. അവളുടെ വയറിലേക്ക് ഇളം ചൂടുള്ള അവൻ്റെ കൈകൾ തൊട്ടും തലോടിയും അങ്ങിങ്ങായി ഓടി നടന്നു. ഇടയ്ക്ക് കണ്ണുകൾ ഉയർത്തി അവൻ അവളെ നോക്കി. നമ്മുടെ കുഞ്ഞ് വലുതായി വരുന്നുണ്ട് അല്ലേ? അവളൊന്ന് മൂളി. അവൾക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്നു കൊണ്ട് ദേവൻ അവളുടെ വയറ്റിൽ നേർത്ത ഒരു ചുംബനം നൽകി. അടിവയറിനെ തണുപ്പിച്ചുകൊണ്ട് എന്തോ ഒന്ന് അവളിലൂടെ കടന്നു പോകുന്നത് അവൾ അറിഞ്ഞു. പെട്ടെന്നാണ് ഡോറിൽ ശക്തിയായ തട്ട് കേട്ടത്. ദേവൻ ദേഷ്യം കൊണ്ട് കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് എഴുന്നേറ്റു. ഗൗരി അവളുടെ വസ്ത്രം നേരെയാക്കി ബാത്റൂമിലേക്ക് നടന്നു. ദേവൻ വാതിൽ തുറന്നതും അവിടെ ആരെയും അവൻ കണ്ടില്ല. കോപം കടിച്ചമർത്തിക്കൊണ്ട് വാതിലടയ്ക്കാൻ ഒരുങ്ങിയതും താഴെ നിന്നും ഒരു വിളി കേട്ടു. ഡാഡി. ദേവൻ താഴേക്ക് നോക്കി. മോളെന്താ ഇവിടെ? ദേവൻ അമ്മുവിനോളം താഴ്ന്നുകൊണ്ട് തിരക്കി. ഞാനിന്ന് ഡാഡിയുടെ കൂടെ കിടന്നോട്ടെ? വേണ്ട. ദേവൻ ഒറ്റവാക്കിൽ മറുപടി കൊടുത്തുകൊണ്ട് അമ്മുവിനെയും എടുത്ത് വൃന്ദയുടെ മുറിയിലേക്ക് നടന്നു. വൃന്ദയുടെ റൂമിന് മുന്നിൽ എത്തിയതും ദേവൻ വാതിൽ തട്ടി. രാത്രിയായതുകൊണ്ട് വൃന്ദ നൈറ്റ് ഡ്രസ്സിലായിരുന്നു. വാതിൽ തുറന്ന് അവൾ ദേവനെയൊന്ന് നോക്കി. വൃന്ദ, മോള് ഞങ്ങളുടെ റൂമിലേക്ക് വന്നിരുന്നു. ഇപ്പോൾ ഗൗരിക്ക് ഉറങ്ങേണ്ട സമയമാണ്. അതുകൊണ്ട് പ്ലീസ് ഇപ്പോൾ മോളെ അങ്ങോട്ടേക്ക് അയക്കരുത്. അയ്യോ ദേവാ, ഞാൻ വിട്ടതല്ല. ഞാൻ ബാത്റൂമിലായിരുന്നു. മോള് ഇറങ്ങി വന്നതാവും. സോറി. അത് സാരല്ല. മോളെ ചെല്ല്. നാളെ പകല് വന്നോളൂട്ടോ. ഇപ്പം ആൻറ്റി ഉറങ്ങുന്ന സമയമാണ്. അപ്പോൾ ഡാഡി എങ്ങോട്ടാ? ഞാൻ എൻ്റെ റൂമിലേക്ക്. ഡാഡി ഇവിടെ കിടന്നാൽ മതി. ഇല്ല മോളെ, അങ്കിളിൻ്റെ റൂം അവിടെയാണ്. ഇതാണ് മോളുടെയും അമ്മയുടെയും റൂം. ഇല്ല, ഡാഡി ഞങ്ങളുടെ കൂടെ കിടക്കണം. അമ്മു ദേവൻ്റെ തോളിലേക്ക് കിടന്നുകൊണ്ട് വാശി പിടിക്കാൻ തുടങ്ങി. ദേവൻ അവളെ അവനിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് വൃന്ദയെ ഏൽപ്പിച്ച് അവിടെ നിന്നും റൂമിലേക്ക് നടന്നു. റൂമിൻ്റെ വാതിലിനടുത്ത് തന്നെ ഗൗരിയും ഉണ്ടായിരുന്നു. എന്തു പറ്റി? മുഖം വല്ലാതെ ഇരിക്കുന്നു. ഒന്നുമില്ല. താൻ വാ, വന്ന് കിടക്കാൻ നോക്കിക്കേ. സമയമൊക്കെ ഇപ്പോൾ തെറ്റി. തനിക്ക് കിടക്കേണ്ട സമയമെല്ലാം മാറി. അല്ലേടോ, ഞാനൊന്ന് മാറി നിന്നപ്പോഴേക്കും. അങ്ങനെയൊന്നുമില്ല ദേവാ. വന്ന് കിടന്നേ. ദേവൻ്റെ ശകാരം അവളുടെ നല്ലതിന് വേണ്ടി ആയതുകൊണ്ട് അവൾ വേഗം അവൻ്റെ അടുത്തേക്ക് ചേർന്ന് കിടന്നു. ഡോ, മലർന്ന് കിടക്കല്ലേ. ഇനി സൈഡ് ചിരിഞ്ഞ് വേണം കിടക്കാൻ. ഇല്ലെങ്കിൽ കുഞ്ഞിനും തനിക്കും നല്ലതല്ല. എൻ്റെ ഭാര്യ തിരിഞ്ഞു കിടന്നേ. ഗൗരിയൊരു ചിരിയോടെ അവൻ പറഞ്ഞതുപോലെ ചെരിഞ്ഞു കിടന്നു. പിന്നിലൂടെ ദേവൻ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടന്നു. അധികം വൈകാതെ തന്നെ ദേവൻ മയങ്ങിപ്പോയിരുന്നു. ഗൗരിക്ക് ഉറക്കം വന്നില്ലെങ്കിലും വൃന്ദയെക്കുറിച്ച് അറിയാതെ ഉറങ്ങാൻ പറ്റില്ല എന്ന് അവൾക്ക് മനസ്സിലായി. പിറ്റേന്ന് രാവിലെ റൂമിൽ കളിച്ചിരി കേട്ടാണ് ഗൗരി ഉണർന്നത്. രാവിലെ തന്നെ അമ്മുക്കുട്ടി എത്തിയിട്ടുണ്ട്. ദേവനും അവളുടെ കൂടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. ഹേയ് ഭാര്യ, താൻ എഴുന്നേറ്റോ? ദേ ചായ വെച്ചിട്ടുണ്ട്, എടുത്ത് കുടിക്ക്. ഇന്ന് മുതൽ നമുക്ക് വ്യായാമമെല്ലാം ചെയ്തു തുടങ്ങണം. വേണ്ട, എനിക്ക് വയ്യ. അയ്യടാ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല.
എൻ്റെ കുഞ്ഞിന് വേണ്ടി എനിക്ക് നിന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചേ പറ്റൂ. ദേവാ, വാശി പിടിച്ചിട്ടൊന്നും കാര്യമില്ല. നീ വേഗം റെഡിയാവ്. നമ്മൾ ഇന്ന് ജോഗിങ്ങിന് പോകുന്നു. ഡാഡി ഡാഡി, ഏത് കുഞ്ഞിൻ്റെ കാര്യമാണ് പറയുന്നേ? ദാ ആൻറ്റിയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ പറ്റി. അപ്പോൾ ഞാൻ ഡാഡിയുടെ മോളല്ലേ? നീ എൻ്റെ മോളാണ്, പക്ഷേ എൻ്റെ സ്വന്തം അല്ലല്ലോ. ഈ വയറ്റിലുള്ള കുഞ്ഞാവ അങ്കിളിൻ്റെ സ്വന്തമാണ്. ആര് പറഞ്ഞു ഞാൻ ഡാഡിയുടെ സ്വന്തം അല്ലെന്ന്? മോളെ അമ്മു, മോള് മോളുടെ ഡാഡിയുടെ സ്വന്തമാണ്. ദേവൻ പറഞ്ഞുകൊണ്ട് ഗൗരിയുടെ അടുത്തേക്ക് നടന്നു. എഴുന്നേൽക്ക് ഗൗരി, മതി, ഇനി കുറച്ച് നടക്കാം. ദേവാ, എനിക്ക് വയ്യ. ആ, ഇത് വയ്യാത്തതല്ല, ഇതിൻ്റെ പേരാണ് മടി. ഇതിന് നല്ല വടിയെടുത്ത് 2 തന്നാൽ മാറും. ദേവാ, ഇന്ന് വേണ്ട, നമുക്ക് നാളെ മുതൽ പോയി തുടങ്ങാം പ്ലീസ്. ഇല്ലല്ല, എഴുന്നേക്ക്. ഡാഡി, ആൻറ്റി പിന്നെ എഴുന്നേറ്റോട്ടെ, നമുക്ക് പുറത്ത് നടക്കാൻ പോകാം, അമ്മു പറഞ്ഞു. മോളെ, ആൻറ്റി ഇങ്ങനെ മടി പിടിച്ച് കിടന്നാൽ കുഞ്ഞാവയ്ക്ക് സുഖമില്ലാതെയാകും. കുഞ്ഞാവ ഉഷാറായി വരണമെങ്കിലേ ആൻറ്റി കുറച്ച് വ്യായാമമൊക്കെ ചെയ്യണം. എന്തിനാ ഡാഡി വേറെ ഒരു കുഞ്ഞാവ? ഞാനില്ലേ? ദേവൻ അവളെ തന്നെ ഒന്ന് നോക്കി. മോളെ, നീ നിന്റെ മമ്മിയുടെ അടുത്തേക്ക് ചെല്ലേ. ഇല്ല, ഡാഡി പറ, എന്നെ മതിയെന്ന്. ഈ കുഞ്ഞാവയെ വേണ്ട, കളഞ്ഞേക്ക്, അത് ചീത്ത കുഞ്ഞാവയാ. ഏയ്! അവിടം ദേവൻ്റെ ഉച്ചത്തിലുള്ള ശബ്ദം മുഴങ്ങി. അമ്മു ഒരു ഞെട്ടലോടെ അവിടെ തരിച്ചു നിന്നു. നിന്നോട് മമ്മിയുടെ അടുത്തേക്ക് പോകാനല്ലേ പറഞ്ഞത്? ഓവർ സംസാരമായി ഇങ്ങോട്ടേക്ക് വരണ്ട. താൻ കാത്തിരുന്ന തൻ്റെ പൊന്നോമനയെപ്പറ്റി അമ്മു പറഞ്ഞത് അവൻ്റെ കോപത്തെ ഉണർത്താൻ കെൽപ്പുള്ളതായിരുന്നു. ഡാഡി, നിന്നോട് പോവാനല്ലേ പറഞ്ഞത്? അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തുടങ്ങി. ഗൗരി ദേവൻ്റെ മുഖം അവൾക്ക് നേരെ തിരിച്ചു. വേണ്ട, ആ കുഞ്ഞിനെ ചീത്ത പറയരുത്. അതിനെന്തറിയാം, പാവം. പാവോ? കുഞ്ഞോ? അതോ? കുഞ്ഞുവായയിൽ വലിയ വർത്താനവുമായി വന്നിരിക്കുന്നു. ദേവാ, വേണ്ട, എൻ്റെ മനസ്സ് വിഷമിപ്പിച്ചാൽ നമ്മുടെ കുഞ്ഞിന് തന്നെയാകും പ്രശ്നം. ദേവൻ അത് കേട്ടതും ഗൗരിയുടെ വയറ്റിൽ പതിയൊന്ന് തടവി. ശേഷം അവളെ എഴുന്നേൽപ്പിച്ച് ബാത്റൂമിലേക്ക് കൊണ്ടുപോയി. ഇതേ സമയം റൂമിലിരുന്ന് ഫോൺ യൂസ് ചെയ്യുന്ന വൃന്ദയുടെ അടുത്തേക്ക് അമ്മ ഓടി വന്നു. എന്ത് പറ്റി ഇത്ര പെട്ടെന്ന് ഡാഡിയുമായുള്ള കളി കഴിഞ്ഞു? മമ്മി, ഡാഡിക്ക് ആ ആൻറ്റിയാണ് ഇഷ്ടം, എന്നോട് ഒരു സ്നേഹവും ഇല്ല. സാരല്ല, നമുക്ക് ഡാഡിയെ നമ്മുടെ സ്വന്തമാക്കാം കേട്ടോ. അതിന് മോള് മമ്മിയുടെ കൂടെ നിൽക്കണം. ഡാഡിയുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ എല്ലാം നോക്കണം. ദേവൻ ഗൗരിയെയും കൂട്ടി അവരുടെ വലിയ ഗാർഡനിൽ സെറ്റ് ചെയ്ത വാക്കിംഗ് ഏരിയ വഴി നടന്നു. ഇടയ്ക്ക് ഗൗരി ഒരു ഭാഗത്തേക്കിരുന്നു. ദേവനും അവൾക്കരികിൽ ഇരുന്നു കൊണ്ട് തലചെരിച്ചുകൊണ്ട് അവളെ നോക്കി. എന്താണ്, പഴയ ഉഷാറൊന്നും ഈ മുഖത്ത് എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. എന്തു പറ്റി? എന്നെ മടുത്തോ? അവൾ ദേവൻ്റെ തോളിലേക്ക് ഒന്ന് ചാഞ്ഞു. ആ കിടത്തത്തിൽ അവൻ്റെ ഷോൾഡർ നനയുന്നത് അവൻ അറിഞ്ഞു. ഗൗരി, എന്താ, എന്തു പറ്റി? അവൾ ഉള്ളിലെന്തോ വിഷമം പേറി നടക്കുകയാണെന്ന് അവന് മനസ്സിലായി. ഒന്നും മറച്ചു വയ്ക്കാൻ വയ്യ. ഇനിയും പറഞ്ഞില്ലേൽ, അതിനുള്ള മറുപടി അറിഞ്ഞില്ലേൽ ഞാൻ മരിച്ചു പോകും. അവൾ ആരോടെന്നില്ലാതെ പറഞ്ഞു. നീ എന്തായി പറയുന്നത്? ദേവാ. അവൾ ദേവൻ്റെ കൈകളെ മുറുകെ പുണർന്നുകൊണ്ട് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. എന്താടാ, എന്താ എൻ്റെ പെണ്ണിന്? ദേവാ, അമ്മു, അവൾ ദേവൻ്റെ കുഞ്ഞാണോ? ദേവൻ്റെ കൈകൾ അവളുടെ കൈകളിൽ നിന്നും വലിച്ചൂരാൻ ദേവൻ നോക്കിയെങ്കിലും പിടി അവൾ മുറുക്കിക്കൊണ്ടിരുന്നു. വിടില്ല, പറയാതെ പോകരുത്, എനിക്ക് താങ്ങാനാകുന്നില്ല. നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞത്? ദേവൻ്റെ മുഖം കോപം കൊണ്ട് ചുവന്നു വന്നു. വൃന്ദ, അവളുടെ വരവ് അവളുടെ കുഞ്ഞിൻ്റെ അച്ഛനെ തേടിയാണ്. നിങ്ങളാണെന്നാണ് അവൾ പറഞ്ഞത്. എങ്കിൽ അങ്ങനെയാവും. ഒരു ഞെട്ടലിൽ അവൾ എഴുന്നേറ്റ് പോയി. ആ, നിനക്ക് എന്നേക്കാൾ വിശ്വാസം ആ വൃന്ദയാണേൽ ഞാനായിരിക്കും കൊച്ചിൻ്റെ അച്ഛൻ. ദേവാ, ദേ, എൻ്റെ കുഞ്ഞ് വയറ്റിലുണ്ടായിപ്പോയി, ഇല്ലെങ്കിൽ എടുത്ത് ഭിത്തിയിൽ ഒട്ടിച്ചേനെ. ഈ നാറിയ കാര്യത്തിനാണോടി കോപ്പേ നീ കഴിഞ്ഞ ദിവസങ്ങളിൽ കിടന്ന് വിഷമിച്ച് നടന്നത്? കൈമടക്കി ഒന്ന് തന്നാൽ നീ താഴെ കിടക്കും, പറഞ്ഞേക്കാം. നിന്നെ പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. ആ വൃന്ദ, അവളെ ഞാനൊന്ന് കാണട്ടെ.